വോട്ട് കൊള്ള, വോട്ടർ പട്ടിക പരിഷ്കരണം എന്നിവയ്ക്കെതിരായ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ ഇന്ന് വീണ്ടും ആരംഭിക്കും. രാവിലെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലായിരിക്കും യാത്ര. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നതിനാൽ രാഹുൽ ഗാന്ധി വൈകിട്ടാകും യാത്രയിൽ പങ്കെടുക്കുക. വിനിത വിജി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനിത, ആദ്യ 2 ദിവസം കണ്ടത് ബീഹാറിലെ യുവജനം ഒന്നാകെ രാഹുൽ ആ യാത്രയ്ക്കൊപ്പം നിൽക്കുന്നതും വീടുകളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇറങ്ങിയ യാത്ര ഒരു വലിയ യാത്രയെ പുരോഗമിക്കുന്നതായിരുന്നു. ഒരു ദിവസത്തെ ഗ്യാപ്പ് 3-ാം ദിവസം തുടങ്ങുമ്പോൾ വീണ്ടും അതുതന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ്? എന്താണ് ബീഹാറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? വിനീത, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് സ്മിത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ആ യാത്രയ്ക്ക് വലിയൊരു സ്വീകാര്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നും അത്തരത്തിലേക്കുള്ളൊരു സ്വീകാര്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. വോട്ടുകളിലേക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര വിവിധ മണ്ഡലങ്ങളിലൂടെ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ യാത്ര 8 മണിക്ക് ചന്ദൻബാഗിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിന്ന് തേജസ്വി യാദവ് ആയിരിക്കും യാത്ര നയിക്കുക. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതിനാൽ രാഹുൽ ഗാന്ധി ഡൽഹിയിലാണുള്ളത്. അദ്ദേഹം വൈകിട്ടോട് കൂടിയായിരിക്കും ഈ യാത്രയിൽ പങ്കെടുക്കുക. വൈകിട്ട് 7:30 പൊതുസമ്മേളനത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ യാത്ര അവസാനിക്കുക. ഈ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി ഉണ്ടായ യാത്ര ഇന്നലെ ഒരു ഇടവേള എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ബീഹാറിൽ നിന്ന് പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ ഗ്രാമീണ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഉടനീളം അത്തരത്തിലേക്കൊരു പിന്തുണ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. 16 ദിവസം കൊണ്ട് 60 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോവുക. ഹാഷ്മി, വിനിത, നമ്മളിവിടെ തെരുവുനായെ പറ്റി പറയായിരുന്നു. അപ്പോൾ അവിടെ തെരുവ് കുരങ്ങ് എന്നൊക്കെ പറയുന്ന പോലെ വിനിതയുടെ പിന്നി കുറേ കുരങ്ങ് കുടുംബസമേതം നടക്കുന്നുണ്ട്. എന്താ കാര്യം? അവിടെയൊക്കെ ഉള്ളാന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും അതെ നമുക്ക് ഡൽഹിയിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അതാണ്. ഈ സമീപമുള്ള ചെറിയൊരു കടയുണ്ട്. ആ കടയിലൊക്കെ ഈ കുരങ്ങന്മാർ വലിയ ശല്യമാണ്. നമുക്കിങ്ങനെ ഡൽഹിയിലേക്കൊക്കെ ഇടയ്ക്ക് സന്ദർശനത്തിനൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടൊക്കെ തോന്നും. കാരണം ഇങ്ങനെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തുകൂടിയൊക്കെ ഇറങ്ങി നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത്തരത്തിലേക്കുള്ള ആക്രമണങ്ങളും വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ സമീപമുള്ള ഈ ചായക്കടയിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക, ചായ കുടിക്കാൻ വരുന്നവരെ മേത്ത് ചാടിക്കറുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി അവർ നടത്താറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിൽക്കുമ്പോഴും ചെറിയൊരു ആശങ്ക കൂടി ഉണ്ട്. ഹാഷ്മി, യെസ്, വിനിതയ്ക്ക് ഏതായാലും ഒരുപാട് അനുഭവങ്ങൾ അവിടെ പോയിട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ വിനിത റിപ്പോർട്ട് ചെയ്ത ഒരു വീട്ടിൽ പോയിട്ട് കർഷക കുടുംബമാണ്. അവിടെ വൈദ്യുതി ഇല്ല, ഏതോ കുറച്ച് യൂണിറ്റ് കിട്ടും, പക്ഷെ അത് കട്ട് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അവിടെ ചെന്ന് ഉറപ്പായും ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലേക്കൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ ലോകസഞ്ചാരം നടത്തണ്ട. സമയമുള്ളവർ ഒരു മൊത്തം ഇന്ത്യ യാത്ര നടത്തിയാൽ തന്നെ അത് ജീവിതത്തിൽ വല്ലാത്ത അയ്യോപ്പണറായിരിക്കും. നമ്മളെ വ്യക്തിപരമായി തന്നെ നവീകരിക്കുന്നതായിരിക്കും. ഒരുപാട് ഉൾക്കാഴ്ചകൾ, ഒരുപാട് അറിവുകളുടെ ഒരു മഹാഖനിയാണ് ഈ മഹാരാജ്യം. ഇതിൻ്റെ സാംസ്കാരിക വൈവിധ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകത്ത് ഒരൊറ്റ രാഷ്ട്രത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത വണ്ണമുള്ള വലിയ സാംസ്കാരിക വൈവിധ്യമുള്ള വലിയ അനുഭവങ്ങളുടെ ഒരു വലിയ ഭണ്ഡാകാരമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ഈ സങ്കുചിതമായ ചിന്തകളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറും. പിന്നെ ഞാൻ എന്നുള്ള എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള കരച്ചിലൊക്കെ നിൽക്കും. കാരണം നമ്മൾ എത്ര ഒരുപാട് സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണും. അപ്പോൾ എന്തായാലും വിനിതയ്ക്ക്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണല്ലേ അത്തരം കാര്യങ്ങൾ. ഉറപ്പായും പറ്റുന്നവർ ഒരു ഭാരത പര്യടനം നടത്തുക. അതൊരിക്കലും ജീവിതത്തിൽ നഷ്ടമാവില്ലെന്ന കാര്യത്തിൽ നോ ഡൗട്ട്, തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.